ജേർണി വിത്ത് SMJയുടെ സാം സാങ്ച്വറി എന്ന സീരീസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാം സാങ്ച്വറിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ സങ്കീർത്തനത്തിനെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ നമ്മൾ ചിന്തിക്കുവാനിടയായി. ഈ എപ്പിസോഡിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരംഭ സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം, അതിൽ ചില കാര്യങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 150 സങ്കീർത്തനങ്ങളുടെ പ്രവേശന കവാടം എന്നോണം ആണ് 1-ാം സങ്കീർത്തനം നമുക്ക് പഠിക്കുവാൻ കഴിയുക. യഹൂദന്മാരുടെ ഇടയിലും ക്രിസ്തീയ സമൂഹത്തിലും സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ തന്നെ 1-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമേറിയത് തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ കൂടി പഠിക്കുവാൻ കഴിയും. ദൈവവചനത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയുകയും ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനും ഇടയാക്കും. 1-ാം സങ്കീർത്തനത്തിൽ നാം നീതിമാന്മാരെക്കുറിച്ചും ദുഷ്ടന്മാരെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഒരു വിശ്വാസി ദിശാബോധമുള്ളവനായിരിക്കണമെന്നും തൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ഉറപ്പുള്ളവനായിരിക്കണമെന്നൊക്കെയും ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. 3 ജീവിത അനുഭവങ്ങൾ ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നതാണ്. ദൈവവചനം നമ്മെ നേർ പാതയിൽ കൂടി നടത്തുന്നതാണ്. ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടം. പലപ്പോഴും ഈ 3 നമ്മളുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് പെട്ടെന്ന് പോകാറുണ്ട്. തികച്ചും വ്യത്യസ്തമായ ആഴമേറിയ ഒരു കാഴ്ചപ്പാടാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ദുഷ്ടൻ എന്ന ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അൺഗോഡ്ലി എന്ന്. എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം കാണുന്നത് പാപത്തെക്കുറിച്ച് ബോധവും പാപം ചെയ്താൽ ദൈവിക ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരുമെന്നും തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ, എന്നാൽ പാപത്തിൽ താൻ വീണുപോകുന്നു. ഇതാണ് അൺഗോഡ്ലി എന്ന്, അല്ലെങ്കിൽ മലയാളത്തിൽ ദുഷ്ടൻ എന്ന ഒരു വാക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. പാപബോധമുണ്ടാകും, പാപത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, എന്നാൽ പാപം ചെയ്യാതിരിക്കുവാനും കഴിയുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളെ ബൈബിൾ വിളിക്കുന്ന ഒരു പേരാണ് ദുഷ്ടൻ. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. ഈ വാക്യം മറ്റുള്ളവരിലേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ്, മറ്റുള്ളവരിലേക്ക് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് മുൻപ്, ദുഷ്ടതയുടെ ആലോചന നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം. പാപത്തിൻ്റെ പരിണിത ഫലം നിത്യമായ മരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പാപം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പലപ്പോഴും നമ്മെ വിലക്കുവാൻ കഴിയാത്ത അനുഭവം, അങ്ങനെയുള്ള അനുഭവത്തെ അൺഗോഡ്ലി, ദുഷ്ടൻ എന്ന് വിളിക്കുക. 2-ാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു: പാപികളുടെ വഴിയിൽ നിൽക്കാതെ. സിൻഫുൾ മാൻ. ഇവിടെ പാപികൾ എന്ന് പറയുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള കുറ്റാബോധം ഇല്ലാതാകുക, പാപത്തെ പാപമെന്ന് കാണുവാൻ കഴിയാതെ, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന അനുഭവം. തെറ്റാണെന്നറിയാം, എന്നാൽ അത് നമുക്കൊരു സാരമില്ലാതാകുക, ലോകത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. ആ ഒരു അനുഭവത്തെയാണ് പാപികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മെ കൺവിക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് കീഴടങ്ങാതെ, ദൈവശബ്ദത്തിന് കീഴടങ്ങാതെ നമ്മുടെ സ്വന്തം ഇച്ഛയിൽ മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. 3-ാമത് പറയുന്നൊരു കാര്യം പരിഹാസികൾ, സ്കോൺഫുൾ. 1-ാമത് പാപത്തെക്കുറിച്ച് അറിവുള്ളപ്പോൾ പാപത്തിൽ നിന്ന് ജീവിതത്തെ വിലക്കുവാൻ കഴിയാതിരിക്കുക. 2, പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കുറ്റബോധം, പാപബോധം നമ്മിൽ നഷ്ടപ്പെടുന്ന അനുഭവം. 3-ാമത്തെ കാര്യം ദൈവത്തോട് തന്നെ ചോദ്യം ചെയ്യുന്ന അനുഭവം. ദൈവം അറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ സംസാരിക്കുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 അനുഭവങ്ങൾ ഒന്ന് ശോധന ചെയ്യുക. പാപത്തോട് നമുക്ക് എത്രത്തോളം അകന്നു നിൽക്കുവാൻ കഴിയുന്നുണ്ട്. ആദ്യ ദൈവസ്നേഹം അനുഭവിച്ച സമയത്തുള്ള ആ ഒരു
കുറ്റബോധം അല്ലെങ്കിൽ പാപത്തെ പാപമെന്ന് കാണുവാൻ കഴിയാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തോട് മറുതലിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ഇത് മൂന്നും ദൈവം വെറുക്കുന്ന കാര്യം. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഈ 3 കാര്യങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടണമെന്ന് ഈ വചനത്തിൽ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ ഭാഗത്തിൽ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഭാഗ്യവാൻ എന്നുള്ളൊരു വാക്ക് നമുക്കവിടെ കാണുവാൻ. സന്തോഷമുള്ളവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്താണ് ന്യായപ്രമാണം? ഈ ഭാഗം സങ്കീർത്തനകാരൻ എഴുതുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ആരംഭ 5 പുസ്തകങ്ങളെക്കുറിച്ചാണ് താൻ ഊന്നി പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന്, തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധിയുള്ളവനായിരിക്കണമെന്ന് ദൈവം കൊടുക്കുന്ന ന്യായപ്രമാണം, ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ ഒക്കെയും ഉള്ളടങ്ങുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ദൈവവചനത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? ദൈവവചനം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യുവാൻ പാടില്ല. ഇതിൽ അനുഗ്രഹങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, ആശ്വസിപ്പിക്കുന്ന വചനങ്ങളുണ്ട്, പ്രത്യാശ നൽകുന്ന വചനങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെ തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ്. ആ വാക്യത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമുള്ളവൻ. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ മറ്റൊരു അർത്ഥവും കൂടി അതിൽ കാണുവാൻ കഴിയും. ഹീസ് എ പെർഫെക്റ്റ് പേഴ്സൺ. ഒരു പെർഫെക്റ്റ് വ്യക്തിയായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയണം. ലഭിക്കുവാൻ പോകുന്ന നന്മകളെക്കുറിച്ചല്ല, ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സ്വയമായി കീഴ്പ്പെടുത്തി അനുസരണയുള്ളവരായി തീർന്ന, അതൊരു ഭാരമായിട്ടല്ല, എന്നാൽ അതിൽ സന്തോഷം കണ്ടെത്തണം. 2-ാമത്, ഈ ദൈവവചനത്തെ ധ്യാനിക്കുന്നവനായിരിക്കുക. ആ ദൈവവചനത്തെ എപ്പോഴും അയവിറക്കുന്നവരായിരിക്കുക. ദൈവവചനത്തെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നവരായിരിക്കുക. ദൈവവചനം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് മാൻ ആകണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ന്യായപ്രമാണം, ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവവചനത്തിൽ ധ്യാനിക്കുവാനും താൻ സമയം കണ്ടെത്തും. 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് മാൻ, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണ് അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലായിരിക്കും കടന്നു പോകുന്നത്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന 1-2 കാര്യം കൂടി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന 2 ഭാഗങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ഭാഗമാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതായിരിക്കും. ഈ ഭാഗങ്ങളൊക്കെയും ചിന്തിക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അരികെ ആയിരിക്കുന്ന വൃക്ഷത്തിന് വളരുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ ഒഴുക്കുള്ളതും പുഷ്ടി നൽകുന്നതുമായ വെള്ളമാണ്. ഈ വെള്ളത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇതിന് തൊട്ട് മുൻപിലത്തെ വാക്യം നമ്മൾ ചിന്തിച്ചതുപോലെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ന്യായപ്രമാണത്തിൽ ധ്യാനിച്ച്, പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിനരികെ നിൽക്കുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ അവൻ ഫലം കായ്ക്കുന്നവനായിരിക്കും. ഇംഗ്ലീഷിൽ ഇറ്റ്
പ്രൊവൈഡ്സ് ഫ്രൂട്ട്സ് ഇൻ ഇറ്റ്സ് സീസൺ. അതിൻ്റെതായ തക്ക കാലത്ത് ഫലം നൽകുന്ന വൃക്ഷം. കാലം തെറ്റി കായ്ക്കുന്ന ഫലമല്ല അതിൻ്റെ കാലത്ത്. ജീവിതത്തിൽ പലവിധമായ കാലഭേദങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ കാലത്തും നമ്മൾ ഫലം നൽകുന്നവരായിരിക്കണം. ഫലം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ആത്മാവിൻ്റെ ഫലം 9 ഒതുങ്ങുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ചൂടും തണുപ്പും മഞ്ഞും മഴയും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാ കാലത്തും അതത് ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിവേകമുള്ളവരായി കാലങ്ങളെ വിവേചിച്ചുകൊണ്ട് തക്കതായ ഫലം കായ്ക്കുവാൻ ദൈവം നമുക്ക് ആലോചന നൽകുന്നു. രണ്ടാമത്തെ കാര്യം, അത് ഇല വാടാത്തതാണ്. ഫലം തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാണ്. ഓരോ കാലത്തും അതിൻ്റെതായ ഫലം നൽകുന്നു. എന്നാൽ ഇല ഒരു കാലത്തും വാടാത്തതാണ്. ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് ഇല. ഇലയെക്കുറിച്ച് കാണിക്കുന്നത് ദൈവവും നിങ്ങളും തമ്മിലുള്ളൊരു ആത്മീയ ബന്ധത്തെ, ഒരു പുഷ്ടിയെ കാണിക്കുന്നു. ന്യായപ്രമാണത്തിൽ സന്തോഷം കണ്ടെത്തുന്നവൻ, ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന കാലത്ത് അതത് കാലത്ത് ഫലം കായ്ക്കുന്ന, ഒരു കാലത്തും ഇലവാടാത്തതായ വൃക്ഷം പോലെ ഇരിക്കും. ഇപ്പോൾ ദൈവവചനം പഠിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് വരേണ്ടുന്ന മാറ്റത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാനസാന്തരത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ വരേണ്ടുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു രൂപാന്തരം സംഭവിക്കുന്ന ഒരു വ്യക്തി, അടുത്ത ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ദൈവവചനത്തിൻ്റെ മുൻപാകെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതം ദൈവവചനത്തിന് അനുസൃതമായി നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരുവാനിടയാണ്. 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ വെള്ളത്തിനോട് ഉപമിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കാറ്റിനോടും ഇവിടെ ഉപമിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിക്കുമ്പോൾ ഒരു ജഡ്ജ്മെൻ്റ്, ഒരു ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. ദുഷ്ടന്മാരുടെ മേൽ വരുന്ന ന്യായവിധി. ഞാൻ പറഞ്ഞു നേരത്തെ, ദുഷ്ടന്മാർ ആരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ദുഷ്ടന്മാർ പാപത്തെ പാപമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പക്ഷേ അതിൽ നിന്ന് തന്നെ വിലക്കുവാൻ കഴിയാത്തൊരു അനുഭവത്തെക്കുറിച്ചാണ് ദുഷ്ടന്മാരെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കാറ്റെന്ന രീതിയിൽ ന്യായവിധി അയക്കുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഇനി അവിടെ കാറ്റ് പാറ്റുന്ന പതിർ പോലെ, അതിൻ്റെയും അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ അതിനുണ്ടായിരുന്ന ഫലത്തെ നശിപ്പിച്ച് കളഞ്ഞ്, അതിൻ്റെ ഫലത്തെ അതിൽ നിന്ന് സ്ക്യൂസ് ഔട്ട് ചെയ്ത് പാറ്റിക്കളഞ്ഞ് പതിർ മാത്രമായി നിൽക്കുന്ന അനുഭവത്തിലുള്ള ദുഷ്ടന്മാരെ പരിശുദ്ധാത്മാവെന്ന കാറ്റ് ന്യായവിധിയുടെ ഒരു അനുഭവം അയച്ച് അവരെ ഒന്നുമില്ലാതാക്കി കളയുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കും. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ 3 പേരുടെ കുറിച്ചാണ് പഠിച്ചത്. ദുഷ്ടന്മാർ, പാപികൾ, പരിഹാസികൾ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 3-ാമത് പറഞ്ഞിരിക്കുന്ന പരിഹാസികൾ എന്ന ആ ഒരു കാറ്റഗറി കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിനെതിരെ സംസാരിക്കുകയും ദൈവത്തിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്നവർക്ക് അവസരം നഷ്ടപ്പെടുന്ന അനുഭവത്തെ ഇവിടെ കാണിക്കും. ദുഷ്ടന്മാർക്കും പാപികളെക്കുറിച്ച് ഇവിടെ പറയുക, അവർക്ക് നീതിമാന്മാരുടെ സഭയിൽ നിൽക്കുവാൻ കഴിയത്തില്ല, ന്യായവിസ്താരത്തിൽ അവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ പാപത്തെക്കുറിച്ച് ഘോരഘോരമായി സംസാരിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് അവരെ വിലക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അന്ത്യന്യായവിധിയുടെ സമയത്ത് അവർക്ക് ആ ന്യായവിസ്താരത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. സിൻഫുൾ മാൻ, അവരെക്കുറിച്ച് പറയുന്നത് കുറ്റബോധമില്ലാത്ത, പാപബോധമില്ലാതെ നിൽക്കുന്ന, ജീവിക്കുന്ന മനുഷ്യർ. അവർക്ക് നീതിമാന്മാരുടെ സഭയിൽ നിൽക്കുവാനും കഴിയത്തില്ല. ഈ കാലഘട്ടത്ത് നീതിമാന്മാരായിരിക്കണം പാപികളുടെ മേൽ ആധിപത്യം പുലർത്തേണ്ടത്. അവസാനത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അത് നാശകരമാകും. നീതിയോടെ ദൈവവചനത്തിൽ സന്തോഷിച്ച് ദൈവവചനത്തിൽ രാപ്പകൽ ധ്യാനിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തും അതിൻ്റെതായ ഫലം കൊടുത്ത് ഏത് കാലത്തും
ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സാധിക്കുക മാത്രമല്ല, നമ്മുടെ ആ വഴിയെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ദുഷ്ടന്മാരുടെ വഴി നാശകരമായി തീരുമ്പോൾ നീതിമാന്മാരുടെ വഴിയെ അറിയുന്നൊരു ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വഴി ദൈവം അറിയും, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ അവസ്ഥകളെ ദൈവം അറിയും. ഇന്ന് ഈ 1-ാം സങ്കീർത്തനത്തിൽ കൂടി നമ്മെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. സങ്കീർത്തനകാരൻ ദുഷ്ടൻ്റെ വഴി നാശകരമാകുന്നുവെന്ന് പറഞ്ഞ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ, പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പാപികളായിക്കൊള്ളട്ടെ, ദുഷ്ടന്മാരായിക്കൊള്ളട്ടെ, പരിഹാസികളായിക്കൊള്ളട്ടെ, യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കും ഈ ഒരു ഭാഗ്യാവസ്ഥ അല്ലെങ്കിൽ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഇന്ന് ആലോചന നൽകുകയാണ്. ഈ 1-ാം സങ്കീർത്തനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.